ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. വിവിധ തരം പ്രകൃതി ദുരന്തങ്ങളിൽ സഹായിക്കാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഏതാനും ചില പോയിന്റുകളാണ് സൂചിപ്പിക്കുന്നത്. പ്രളയമായിക്കോട്ടെ, അതല്ലെങ്കിൽ ഉരുൾപൊട്ടലായിക്കോട്ടെ, ഭൂകമ്പമായിക്കോട്ടെ, എന്ത് വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവിടേക്ക് എത്തിപ്പെടുന്ന ആളുകൾ നാം വിചാരിച്ച കാര്യങ്ങളാവില്ല അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മാനസിക ശാരീരിക കരുത്തുള്ള ആളുകൾ മാത്രമേ അത്തരം ദുരന്ത മുഖങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എല്ലാം നാം കയ്യിൽ എടുത്തിട്ട് വേണം പോകാൻ. എത്തിക്കഴിയുമ്പോൾ അവിടെ വെക്കുന്ന ഓരോ സ്റ്റെപ്പും നാം സൂക്ഷിച്ച് വേണം. കാരണം നാം ചെല്ലുന്ന സ്ഥലത്ത് ഉള്ള ബിൽഡിംഗ് ചിലപ്പോൾ കാണുന്നത് പോലെ ആയിരിക്കില്ല. നമ്മൾ ഒന്ന് കയറി നിൽക്കുമ്പോൾ അത് പൊളിഞ്ഞു ചാടാം. നാം ക്ലീൻ ചെയ്യാൻ പോകുകയാണെങ്കിൽ വീടിൻ്റെ ഗേറ്റ് നമുക്ക് ചിലപ്പോൾ തുറക്കാൻ കഴിയണമെന്നില്ല. അവിടെ ചളിയും മണ്ണൊക്കെ അടിഞ്ഞ് അത് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. നാം മതിൽ കയറി പോകണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ മതിൽ ചിലപ്പോൾ നമ്മൾ കയറുന്നതോടുകൂടി ഒന്നിച്ച് പൊളിഞ്ഞു ചാടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ശ്രദ്ധിക്കണം. ആ വീടിനകത്തേക്ക് നമ്മളിനി പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ബിൽഡിങ്ങിനകത്തേക്ക് പോകുകയാണെങ്കിൽ അവിടെ ക്ഷുദ്രജീവികളുണ്ടായേക്കാം, വന്യമൃഗങ്ങളുണ്ടായേക്കാം. അതുപോലെ തന്നെ അവിടെ ഇലക്ട്രിക് ഷോക്കിനുള്ള സാധ്യത ഉണ്ടാവാം. ഫ്യൂവൽസ് അഥവാ പെട്രോൾ, ഡീസൽ പോലത്തെ എന്തെങ്കിലും പിടിക്കുന്ന സാധനങ്ങൾ ഉണ്ടായേക്കാം. പലതരം കെമിക്കൽസ് ഉണ്ടായേക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ സ്റ്റെപ്പും സൂക്ഷിച്ച് മാത്രം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു ഉദ്യമം വളരെ ഫലവത്തായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ നമ്മൾ ഒരു ദുരന്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും മറ്റൊരു ദുരന്തം ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ഒരു പ്രളയം ഉണ്ടായ സ്ഥലത്ത് വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലത്ത് വീണ്ടും ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വീണ്ടും അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാകുകയാണെങ്കിൽ നാം ഏറ്റവും പെട്ടെന്ന് പുറത്തേക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു മാർഗം കൂടി കണ്ടെത്തിയതിന് ശേഷം മാത്രമേ ഓരോ സ്റ്റെപ്പും നാം മുന്നോട്ട് എടുക്കാൻ പാടുള്ളൂ. ഈ രീതിയിൽ നമുക്ക് നല്ലൊരു പ്ലാനിങ്ങോടുകൂടി നല്ലൊരു ടീം വർക്കായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദുരന്തമുഖത്തും നമുക്ക് കൃത്യമായ ഇടപെടൽ നടത്താനും അത് നല്ലൊരു ഫലവത്തായിട്ട് മാറ്റാനും നമുക്ക് കഴിയും. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.